ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലൈവ് വരാൻ എന്ന് പറഞ്ഞിട്ടൊരു സമയമൊന്നും നോക്കിയിട്ട് കിട്ടത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പണികളും നടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ സബിൽ ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തു കേട്ടോ. പക്ഷെ അപ്പൊ ഇന്നിപ്പോ തേഴ്സ്ഡേ അല്ലേ, എല്ലാരും ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കണ്ണരിയാണ്. അപ്പൊ അതിലധികം ആരും ഉണ്ടാവൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലോട്ട് വന്നത്. എല്ലാരും ഈ സമയത്ത് ഇതിലാണോ? കുളിക്കല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തതായിരുന്നു. കുളിക്കുകയല്ല, ജസ്റ്റ് ബ്രഷ് ചെയ്തതായിരുന്നു. ഒന്ന് ഉറക്കണിക്കാൻ താമസം തന്നെ. രണ്ടും ഭയങ്കര ഭയങ്കരമായിരുന്നു. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടിരുന്നല്ലോ. എത്ര പേർക്ക് ഇതുപോലെ വിത്തൗട്ട് മേക്കപ്പിൽ ഇതുപോലെ വന്ന് നിന്നിട്ടും യാതൊരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റും ചെയ്യാതെ ഇതുപോലെ വന്ന് നിന്നിട്ട് നിങ്ങളുടെ മുന്നിൽ പച്ചയായിട്ട് നിൽക്കാൻ പറ്റും? എത്ര സ്ത്രീകൾക്ക് പറ്റും? ബാക്കിയുള്ളവരൊക്കെ പോട്ടെ, നടിമാരൊക്കെ പോട്ടെ, സാധാ എത്ര സ്ത്രീകൾക്ക് പറ്റും? ക്യാമറയ്ക്ക് മുമ്പില് മേക്കപ്പ് ഇടാതെ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ധൈര്യം. രാവിലെ കുറച്ച് പണികളുണ്ട്. ഒരു ദിവസം മൂടിക്കെട്ടിന്ന് അന്തരീക്ഷമായിരുന്നു. ഈ ലൈവ് സബിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഇതിൽ കാണുന്ന തമ്മിൽ വ്യത്യാസം ഇത്രയും പേര് അതിലുണ്ടാവോ? അതിൽ വന്ന് കാണന്നല്ലേ ഇപ്പൊ പലരും പറയുന്നേ. എടുത്തു പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. എയർടെലിന്റെ കണക്ഷൻ എടുത്തിട്ട് ഒരു 3G കണക്ഷൻ ആയിപ്പോയി എയർടെലിന്റെ. നാട്ടില് മഴ ഇടയ്ക്കും മുറയ്ക്കൊക്കെ നാട്ടില് മഴയുണ്ട്. വല്ലപ്പഴുണ്ട് നാട്ടില് മഴ. ഉണ്ടല്ലോ ബാലാജി, ഉണ്ടല്ലോ. ബിഗ് ഒന്നും എനിക്കില്ല മാഷെ. ബിഗ് ഒന്നും എനിക്കില്ല. ആണ് ബാലാജി. ഒരു തായോളി ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടോട്ടെ.
ഇന്ന് തൃക്കാർത്തികയാണോ? BBC ബുൾമല്ലു. എൻ്റെ ആ മറ്റേ ബ്ലൂ ഡ്രസ്സിലെ 2-3 ഫോട്ടോസ് അറ്റാച്ച് ചെയ്തിട്ട് എൻ്റെ പേര് വെച്ചിട്ട് കണ്ടോരുടെ വീഡിയോ ഇട്ടേക്കണല്ലേ, ഞാൻ കണ്ടു. അല്ല എൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല. എനിക്ക് ലൈവ് പറഞ്ഞ ഏതോ ലൈവ് പറഞ്ഞ വീഡിയോസ്, അതല്ലാതെ വേറെ ആരുടെയൊക്കെ ഇത് ഇതാക്കിയതാ. അനുജിത്ത് അനുപമ കഴിവേറി ഒന്ന് ബ്ലോക്ക് ചെയ്യട്ടെ. കഴപ്പ് തീർന്നു കിട്ടി, സമാധാനമായി. അയ്യോ തൃക്കാർത്തികയാണല്ലേ. തൃക്കാർത്തികയ്ക്ക് പണ്ട് മറ്റേ ഇതൊക്കെ ഒരു കാച്ചിലും ചേനയൊക്കെ പുഴുങ്ങിയിട്ട് എന്ത് രസമായിരുന്നു പണ്ടൊക്കെ. ഇവിടെ തണുപ്പ് തുടങ്ങി. എവിടെയാ തണുപ്പ് തുടങ്ങിയേ? ഇത് കഴിഞ്ഞിട്ട് സബില്ലായി വരാം. ഞാനിപ്പോൾ ഏകദേശം എല്ലാവരും ഇതായില്ലേ, ഓണായില്ലേ, നോട്ടിഫിക്കേഷനൊക്കെ കിട്ടിയില്ലേ. ഇവിടെ നല്ല എയർടെലിന്റെ കണക്ഷനാ, ഫ്രീക്വൻസി തീരെ ഇല്ല. 2000 മാസം വെറുതെ കൊടുക്കും, ഒരു കാര്യമില്ല. അത് സജീർ എന്താ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് സൗണ്ട് കിട്ടത്തില്ല. ഞാന് ഇന്നലെ ഇവിടെ ഇതുണ്ടാക്കി. പുഴുക്ക് മീൻസ് എല്ലാം കൂടി ഇങ്ങനെ ജസ്റ്റ് സ്റ്റീം ചെയ്തെടുത്തില്ലേ അത്. പ്രീമിയത്തിന്റെ കാര്യം, പ്രീമിയം ഇൻബോക്സ് ചെയ്താൽ മതി. പ്രീമിയത്തിലെ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ വരും. പ്രീമിയത്തിന്റെ കാര്യം ഒരു കട്ടൻ ഇടുക. What time? ടാങ്കോ നൈം എന്തോ. ടാങ്കോ നൈമിൽ എനിക്കൊരു ആക്ടിവിറ്റി ഇല്ല മാഷെ. ടാങ്കോ നൈം കിട്ടിയിട്ട് ടാങ്കോയില് ജിപ്സാന്ന് പറഞ്ഞിട്ട് ആരോ ഫേക്ക് ഐഡി ഉണ്ട്, അതില് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എന്നിട്ട് ആരുടെ എന്താണ് ഇത് കാണിക്കണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു, എന്നിട്ടും ആൾക്കാർ ഇടിച്ചു കയറുക. ഞാൻ ഇതാക്കിയ സമയത്ത് എന്നെ ഇങ്ങോട്ട് തിരിച്ച് ചീത്ത വിളിക്കുക. കട്ടൻ കട്ടൻ ചായയുടെ മണം അടിപൊളിയല്ലേ. ചെറ്റത്തരങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. യാതൊരു മുന്നറിയിപ്പോ ഉപേക്ഷയോ വിചാരിക്കില്ല. എനിക്ക് ഇത്ര ഫോളോവേഴ്സ് വേണമെന്നുള്ള നിർബന്ധമൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ 100 പേര് ഒരു ദിവസം ബ്ലോക്ക് ആക്കേണ്ടി വന്നാലും എനിക്കൊന്നുമില്ല. അത് റെസ്പെക്ട് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും കിട്ടോളൂ. കേട്ടല്ലോ. സബിൻലാലേ പോയിട്ട് സബ് എടുക്കൂ. സബ് കഴിഞ്ഞിട്ട് പ്രീമിയം ഉണ്ട്. അല്ല ഇതിന് വന്നിട്ട് അങ്ങനെ ആക്ക് ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നടക്കുമോ? എനിക്ക് രാവിലെ കുറച്ച് പണികളുണ്ട്. ലേശം വെയിൽ വരുന്നുണ്ട്, കുറച്ച് വെയിൽ വരുന്നുണ്ട്. അപ്പം
അടിപൊളി കട്ടൻ. വെട്ടത്തോട്ട് വരാം. ഇത്ര നേരം ഇരുട്ടത്തല്ലേ നിങ്ങൾ കണ്ട. വെട്ടത്തോട്ട് വരുമ്പോൾ അമ്മ പോയി. കർട്ടൻ്റെ ഇതടിച്ചപ്പോഴത്തേക്ക് വെയിലിൽ കർട്ടൻ്റെ ഇതടിച്ചപ്പോൾ മഞ്ഞളിപ്പോഴും. ചേച്ചി ഞാനൊരു എഡിറ്ററാണ്. എഡിറ്റിംഗ് വർക്ക് എന്തെങ്കിലും ഉണ്ടോ? പേരെന്തായിരുന്നു? എനിക്ക് ഇൻബോക്സ് ചെയ്യട്ടോ. അപ്പം ശരി ഗൈസ്, ഞാൻ എൻ്റെ പണികൾ ചെയ്യട്ടെ. ചുമ്മാ ഞാനൊന്ന് സബിൽ വരാമെന്ന് വിചാരിച്ചതാ. അപ്പം പിന്നെ അതിൽ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു ഇതിൽ വന്നു എന്നേ ഉള്ളൂ. കോസ്റ്റ്യൂം ഒന്നുമില്ല. കോസ്റ്റ്യൂം ഇതാണ്. കാര്യമായിട്ടൊന്നുമില്ല. കാര്യമായിട്ടൊരു കോസ്റ്റ്യൂമും ഇല്ല. Bye. Have a nice day.